നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കി നോക്കുന്ന ഒരു അണ്ടാ ബുർജിയുടെ റെസിപ്പിയാണ്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവാള ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏതാണ്ട് 400 ഗ്രാമോളം വരും. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നമുക്ക് 5 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. സവാള ബ്രൗൺ കളറായി വരണമെന്നൊന്നുമില്ല, ഇത് ചെറുതായി ഒന്ന് കളർ മാറി വന്നാൽ മതിയാവും. ഇതിപ്പോൾ ഏതാണ്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ സവാള ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത് 1.5 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2 മിനിറ്റ് കൂടി ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ 2 മിനിറ്റോളമായിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയുടെ പച്ചമണമെല്ലാം മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 350 ഗ്രാമോളം വരും. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 2 തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ്. ഗരം മസാല 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മുടെ മസാലപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ ഒരു 4 മിനിറ്റ് കൂടി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മുടെ മസാലപ്പൊടിയുടെ പച്ചമണമെല്ലാം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് 4 മുട്ടയോ അല്ലെങ്കിൽ 6 മുട്ടയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 7 മിനിറ്റോളം ഇത് തുടർച്ചയായി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കണം. തുടർച്ചയായി ഇത് 7 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏതാണ്ട് 7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അണ്ടാ ബുർജി ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.